ലോകത്തെ അതിസമ്പന്നരിൽ ഒരാൾ, സിനിമാ നിർമ്മാതാവ്, തമിഴ്നാട്ടിലെ മനുഷ്യാവകാശ കമ്മീഷൻ വൈസ് പ്രസിഡന്റ്, പ്രസ് ക്ലബ് യൂണിയൻ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ അലങ്കരിക്കുന്ന മലയാളി. കൊച്ചി പോലീസ് തിരയുന്ന ഡോക്ടർ ആഷ്ലിൻ ബെൽമന്റെ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളാണിത്. മരടിൽ ഗുണ്ടാ സംഗമം സംഘടിപ്പിച്ച കേസിന് പിന്നാലെയാണ് ആഷ്ലിൻ എന്ന രാജ്യാന്തര ക്രിമിനലിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം തുടങ്ങിയത്. തിരുവനന്തപുരം സ്വദേശിയായ ഇയാൾ ആഗോള തട്ടിപ്പുകാരനെന്നാണ് വിവരം. കുപ്രസിദ്ധ ഗുണ്ട പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളിയായ ആഷ്ലിൻ ദുബായിലടക്കം തട്ടിപ്പ് നടത്തിയതായി സൂചനയുണ്ട്. രാജ്യാന്തര ബിസിനസ്സുകാരനെന്നും 897 ബില്യൺ ദിർഹം ആസ്തിയുള്ള സ്ഥാപനത്തിന്റെ മേധാവിയെന്നും അവകാശപ്പെടുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ ആഷ്ലിൻ ബെൽമൻ, VIP ഗ്രൂപ്പിന്റെ MD ആണ്. കൊച്ചി മരടിൽ ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ച കേസിൽ പോലീസ് തിരയുന്ന ക്രിമിനലാണ് ആഷ്ലിൻ ബെൽമൻ എന്ന തിരുവനന്തപുരം കളിയിക്കാവിള സ്വദേശി. മരടിൽ VIP ഗ്രൂപ്പ് എന്ന പേരിൽ സിനിമാ നിർമ്മാണ കമ്പനി തുടങ്ങിയത് ആഷ്ലിൻ ബെൽമനാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. എന്നാൽ സംഭവം നടന്ന് ഒരാഴ്ചയായിട്ടും ഇയാളെ കണ്ടെത്താൻ മാത്രം കഴിഞ്ഞിട്ടില്ല. കുപ്രസിദ്ധ ഗുണ്ട പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളിയായ ആഷ്ലിൻ ദുബായിലടക്കം തട്ടിപ്പ് നടത്തിയതായ ചില സൂചനകൾ മാത്രമാണ് പോലീസിന് ഇതുവരെ ലഭിച്ചത്. എന്നാൽ ഇയാളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. രാജ്യാന്തര ബിസിനസ്സുകാരനെന്നും സിനിമാ നിർമ്മാതാവെന്നുമാണ് ഇയാൾ സ്വയം അവകാശപ്പെടുന്നത്. 897 ബില്യൺ ദിർഹം ആസ്തിയുള്ള സ്ഥാപനത്തിന്റെ മേധാവിയെന്ന് ലിങ്ക്ഡിനിൽ ഉൾപ്പെടെ വിശദീകരിക്കുന്നുണ്ട്. 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ആഷ്ലിന്റെ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർ ആഷ്ലിൻ എന്നാണ്. തമിഴിലും തെലുങ്കിലും കന്നഡയിലുമായി 6 സിനിമകൾ നിർമ്മിച്ചു എന്നും അടുത്തത് മലയാളത്തിലാണെന്നും വ്യക്തമാക്കി ആഷ്ലിൻ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖവും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്റെ ലൈഫ് സ്റ്റോറി ചെയ്യാനാണ് ആദ്യ ആഗ്രഹം. മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാതും ചെയ്തു, പക്ഷെ മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതല്ലേ. അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഒരുപാട് പേര് ഈ ഫീൽഡിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനും എല്ലാ രീതിയിലും നമുക്ക് സത്യം പറഞ്ഞ സിനിമ നമുക്ക് പറയാനും കാണാനും അറിയാം, ബാക്കിയുള്ളതൊന്നും അറിയത്തില്ല. നമുക്ക് ഈ ഫീൽഡിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ എല്ലാ ഫീൽഡിലും പറ്റിക്കണ്, എല്ലാത്തിലും ഉണ്ട്. നമ്മൾ ആ രീതിക്ക് നമ്മൾ നോക്കി നമ്മൾ കുളിയുന്ന അതിലിട്ട് നമ്മൾ അതിൽ ചാടാൻ പറ്റും. മരടിൽ ഗുണ്ടാ മീറ്റപ്പിനിടെ പോലീസ് പിടിച്ചെടുത്ത വാഹനത്തിൽ നിന്ന് ഒരു തോക്കും കത്തിയും ഉൾപ്പെടുന്ന മാരകായുധങ്ങൾ കണ്ടെടുത്തിരുന്നു. ആഷ്ലിൻ ഉപയോഗിച്ചിരുന്ന ഈ ആഡംബരക്കാരന്റെ മുന്നിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന പേരിൽ ചുവപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വ്യക്തമായത് മനുഷ്യാവകാശ സംഘടനയുടെ പേരിലും ഇയാൾ തട്ടിപ്പ് നടത്തിയെന്നാണ്. തമിഴ്നാട്ടിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ വൈസ് പ്രസിഡന്റ് എന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. ഇയാൾ പതിവായി യാത്ര ചെയ്യുന്നത് ഈ ബോർഡ് വെച്ചാണെന്നും കണ്ടെത്താൻ കഴിഞ്ഞു. ഇതുകൊണ്ടും തീർന്നില്ല ഇയാളുടെ തട്ടിപ്പ് കഥ. തമിഴ്നാട്ടിലെ പ്രസ് ക്ലബ് യൂണിയന്റെ പ്രസിഡന്റാണ് ആഷ്ലിൻ എന്നും സ്വയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ഇയാളാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ PhD നേടിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഡോക്ടർ ആഷ്ലിൻ ബെൽമൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ആവേശം സിനിമാ മോഡലിൽ റീൽസും ഫഹദ് ഫാസിലിന്റെ കഥാപാത്രത്തെ പോലെ ദേഹമാസകലം ആഭരണങ്ങളും അണിഞ്ഞ് രംഗത്തെത്തുന്ന ആഷ്ലിന്റെ തട്ടിപ്പിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. ഇയാളുടെ സാമ്പത്തിക ഉറവിടവും പരിശോധിക്കണം. നമസ്കാരം, ഞാൻ ഡോക്ടർ ആഷ്ലിൻ ബെൽമൻ, VIP ഗ്രൂപ്പിന്റെ MD ആണ്. ടോം കുര്യാക്കോസ്, ന്യൂസ് 18, കൊച്ചി.